എനിക്കിപ്പോൾ എസ് വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, കെ സുധാകരൻ കുറച്ച് മുമ്പ് തന്നെ ഈ പി വി അൻവറിന് അനുകൂലമായ പ്രസ്താവനകൾ നടത്തിയിരുന്നാൽ വി ഡി സതീശനായിരുന്നു അത്ര സുഖകരമല്ലാത്ത പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ പി വി അൻവർ ഒരു രാഷ്ട്രീയ അഭയം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്ന കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം DMK അദ്ദേഹത്തിന് കേരളത്തിൽ പച്ചപിടിക്കുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു മുന്നണിയിൽ ചേരുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പി വി അൻവറിൻ്റെ ഈ പുതിയ നീക്കം രാഷ്ട്രീയ നിരീക്ഷകർക്ക് കൗതുകമുണ്ടാക്കും. പി വി അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ UDFന്റെ ഭാഗമാകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നത് വ്യക്തമാണ്. അതിന് മങ്ങലേറ്റത് ചേലക്കരയിലും പാലക്കാട്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ തന്നെയാണ്. അതിൽ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ DMK പിന്തുണ അത് UDFന് തന്നെയായിരുന്നു. ചേലക്കരയിൽ കോൺഗ്രസിൽ നിന്നൊരാളെ ഇറക്കി അവിടെ മത്സരിപ്പിക്കുകയും അതിൽ കോൺഗ്രസുമായി വിലപേശലിന് മുതിരുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവുമായി ഉള്ള തർക്കമുണ്ടാവുകയും അതിൽ ബന്ധം ഏതാണ്ട് അവസാനിച്ച മട്ടിൽ കാര്യങ്ങൾ വഷളാവുകയും ചെയ്തു. പക്ഷേ ആ ഘട്ടത്തിലും പി വി അൻവർ അനൗപചാരികമായി പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് അൻവറുമായി ചർച്ചകൾക്കായി അബ്ദുൽ വഹാബിനെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയുമാണ് ചുമതലപ്പെടുത്തിയത്. പി കെ കുഞ്ഞാലിക്കുട്ടി ആ ചർച്ചകൾ അതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ടായിരുന്നു. ലീഗിനെ സംബന്ധിച്ച് പി വി അൻവറിനെ UDFന്റെ പാളയത്തിൽ UDFനൊപ്പം നിർത്തുക എന്നത് ലീഗിനെ സംബന്ധിച്ച് അവർക്ക് താല്പര്യമുള്ള വിഷയമാണ്. കാരണം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പി വി അൻവറിൻ്റെ ഭാഗത്തേക്ക് വോട്ട് മാറാതിരിക്കുകയും വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് പി വി അൻവറിനെ UDFൽ നിർത്തുക എന്നത് കോൺഗ്രസിനേക്കാൾ ഒരു പക്ഷേ താല്പര്യം അക്കാര്യത്തിൽ ലീഗിനുണ്ടായിരുന്നു എന്നത് പലപ്പോഴും ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തവുമായിരുന്നു. തന്നെയുമല്ല പി വി അൻവർ തന്നെ പലപ്പോഴും അത് അനൗപചാരികമായോ അല്ല ഇൻഡയറക്റ്റായോ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ലീഗ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. ഈ കോൺഗ്രസിലേക്ക് വന്നാൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ പി വി അൻവറിനെ ഒപ്പം നിർത്തണം എന്ന നിലപാടുകാരനാണ്. രമേശ് ചെന്നിത്തല പി വി അൻവറിനെ ഒപ്പം നിർത്തണമെന്ന നിലപാടുകാരനാണ്. ഈ രണ്ടുപേരും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും കോൺഗ്രസിലെ മറ്റൊരു വിഭാഗവും പി വി അൻവറിനെ കൂടെ ചേർക്കണം, UDFനൊപ്പം നിർത്തണം എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ ചർച്ചകളിൽ പങ്കാളിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. കാരണം ചേലക്കരയുടെ കാര്യത്തിൽ ചേലക്കരയിൽ രമ്യയെ പിൻവലിച്ച് DMKയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന ഒരു നിർദ്ദേശം പി വി അൻവർ മുന്നോട്ട് വെച്ചത് വി ഡി സതീശൻ പുച്ഛത്തോടെ തള്ളുകയും ഈ നിലയിൽ പരിഹസിക്കരുത്, അപമാനിക്കരുത് UDFനെ കോൺഗ്രസിനെ എന്ന് പി വി അൻവറിനോട് ക്ഷുഭിതനായി പറയുകയും ചെയ്തത് ചേലക്കരയിലെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷമായിരുന്നു. അതോടെയാണ് ആ ചർച്ചകൾ അവസാനിച്ചത്. പക്ഷേ അപ്പോഴും കോൺഗ്രസിൽ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള പ്രബല നേതാക്കൾ പി വി അൻവറിനെ കൂടി ചേർക്കണം, അങ്ങനെ ഇടതുവിരുദ്ധ വോട്ടുകൾ ആകെ സമാഹരിക്കാൻ പി വി അൻവർ കൂടി ഉള്ളത് നന്നായിരിക്കും എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു പക്ഷേ നടപ്പാകാൻ പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിൻ്റെയോ സൂചനയായി ഡൽഹിയിൽ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ കൂടിക്കാഴ്ചകളെ നമുക്ക് വിലയിരുത്താൻ കഴിയും. നമ്മൾ മനസ്സിലാക്കുന്നത് പി വി അൻവർ വൈകാതെ UDFന്റെ ഭാഗമാകും. പി വി അൻവറിനെ സംബന്ധിച്ച് സുരക്ഷിതമായ ഒരു മുന്നണി. തൃണമൂൽ കോൺഗ്രസ് ഡെറിക് ഒബ്രിയനുമായി ചർച്ച നടത്തി, സ്റ്റാലിനുമായി നടത്തിയ ചർച്ച പൊളിഞ്ഞത് കേരളത്തിൽ പിണറായി വിജയനുമായി അടുപ്പമുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് പിണറായിയെ എതിർക്കുന്ന, പിണറായിയോട് വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ച, കടുത്ത ഭാഷയിൽ എതിർത്ത ഒരാളിനെ സ്റ്റാലിൻ കൂടെ ചേർക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആ ചർച്ചകൾ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. അപ്പോൾ പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായി ചർച്ചകൾ നടക്കുന്നു, സമാജ്വാദി പാർട്ടിയുമായി ചർച്ചകൾ. പക്ഷേ ഈ തൃണമൂൽ സമാജ്വാദി പാർട്ടി ചർച്ചകളൊക്കെ കേരളത്തിൽ അൻവറിനെ സംബന്ധിച്ച് സുരക്ഷിതമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടോ മുന്നണിയോ അല്ല എന്നത് എല്ലാവർക്കും അറിയാം. അത് ഇടതുമുന്നണിയിൽ നിന്നിറങ്ങിയാൽ പിന്നീട് പി വി അൻവറിന് പോകാൻ പറ്റുക UDF തന്നെയാണ്. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗം അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് മലപ്പുറം ജില്ലയിൽ അദ്ദേഹം വിചാരിച്ചാൽ മലപ്പുറത്ത് എത്രയോ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ തന്നെ ഇടതുമുന്നണിയുടെ ഭരണം കളയാൻ കഴിയും. പക്ഷേ അത് UDF തീരുമാനിക്കണം. ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കണമെങ്കിൽ UDF പറയണമെന്നാണ്. പക്ഷേ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന പി വി അൻവറിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDFനൊപ്പം നിർത്താനായിരിക്കും ലീഗും KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിക്കുക. വി ഡി സതീശൻ അക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് തന്നെയായിരിക്കും നിർണായകം. KC വേണുഗോപാൽ എന്തായാലും അതിൽ വി ഡി സതീശനൊപ്പം തന്നെ നിൽക്കാനാണ് സാധ്യത. പക്ഷേ അങ്ങനെയാണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് തിരികെ വരിക എന്നത് കോൺഗ്രസിനെയും ലീഗിനെയും സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ആ സമയത്ത് CPM വിരുദ്ധ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ
അൻവർ ഒപ്പം ഉള്ളത് നല്ലതാണ് എന്ന പൊതു നിലപാടിലേക്ക് UDF-നും കോൺഗ്രസിനും VD സതീശനും ഒക്കെ എത്തേണ്ടി വരും വൈകാതെ എന്നതാണ് ഡൽഹിയിലെ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ചർച്ചകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലമ്പൂർ സീറ്റിന്റെ കാര്യത്തിലായിരിക്കാം ഒരുപക്ഷേ കോൺഗ്രസും അൻവറും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്. നിലമ്പൂരിൽ സിറ്റിംഗ് MLA ആണ്, അത് കോൺഗ്രസിന്റെ സീറ്റാണ്, അത് വിട്ടുകൊടുക്കുമോ എന്നതൊക്കെയാണ് അറിയേണ്ടത്. പക്ഷെ അതിലേക്ക് കടന്നിട്ടില്ല, ചർച്ചകൾ പുരോഗതിയുണ്ട്, അത് ആ വഴിക്ക് തന്നെ നീങ്ങും. SK. ഓക്കെ, താങ്ക് യു വിജയകുമാർ. എന്തായാലും വരുന്ന 1-2 ദിവസങ്ങൾ കൊണ്ട് PV അൻവർ എങ്ങോട്ട് നീങ്ങും എന്ന കാര്യം നമുക്ക് അറിയാൻ കഴിയും.